കോഴിക്കോട് കായക്കുടി എള്ളിക്കാംപാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. കായക്കുടി ഗ്രാമപഞ്ചായത്തിലെ 4-5 വാർഡുകളിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഭൂചലനം ഉണ്ടായതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ അയക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജിയോളജി വകുപ്പിന്റെ പരിശോധന അവിടെ നടക്കും. കാരണം 2 ദിവസങ്ങളിലായി അവിടെ ഭൂചലനം അനുഭവപ്പെട്ടു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് അനുഭവപ്പെട്ടത്? ഭൂചലനം അനുഭവപ്പെട്ടെങ്കിൽ സ്വാഭാവികമായും അത് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണ്. അത് അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിഭാസമാണോ അവിടെ ഉണ്ടായത്? ഇക്കാര്യങ്ങളിൽ പരിശോധന ആവശ്യമാണ്. എന്തായാലും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർ പ്രത്യേക സംഘത്തെ അങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ജിയോളജിസ്റ്റ് അടക്കമുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തി ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു നീക്കമുണ്ടാകുന്നത്. കോഴിക്കോട് കുറ്റ്യാടിയിലാണ് ഇത്തരത്തിൽ നാട്ടുകാർ പരാതിപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇത്തരം പ്രകമ്പനങ്ങൾ തുടർച്ചയായി അനുഭവപ്പെടുന്നു എന്നതാണ് നാട്ടുകാർ പറയുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ പ്രകമ്പനം അതൊരു ഭൂചലനം തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുന്നുണ്ടോ? സജിത്ത്, അക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ജിയോളജിസ്റ്റുകൾ അടങ്ങുന്ന സംഘം അല്പസമയത്തിനകം സ്ഥലത്തെത്തും. നേരത്തെ MLA അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ വലിയ ഒരു ആശങ്കയ്ക്ക് വകയില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും നമുക്കറിയാം ഭൂമിശാസ്ത്രപരമായ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട്. നമുക്ക് ആളുകളിലേക്ക് തന്നെ പോകാം. ഈ ഭൂകമ്പത്തിന്റെ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇന്നലെ അതൊരു പൊട്ടുണ്ടായി. പൊട്ടുമ്പോൾ തന്നെ ഒരു കുലുക്കാനുണ്ടായി. അപ്പം ഇരിക്കുന്ന കസേരയും പിന്നെ കട്ടിലെല്ലാം എന്ത് ചെയ്യുന്ന കുലുങ്ങി എല്ലാവരും ഓടി പുറത്തേക്ക്. 2 തവണ ഉണ്ടായില്ല, മിനിഞ്ഞാന്നും ഇന്നലെയും. മിനിഞ്ഞാന്ന് രാവിലെ 7:00, പിന്നെ ഇന്നലെ രാത്രി 8 മണിക്ക്. ഏതായിരുന്നു ആദ്യത്തെ? കുറച്ച് ശബ്ദം ഉണ്ടായിരുന്നു. ഇന്നലെ കൂടുതൽ ശബ്ദമായിട്ടാണ് ഉണ്ടായത്. ചേച്ചി, എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? ഞാൻ രാവിലെ 7:30 മണിക്കാണ് അനുഭവപ്പെട്ടത്. എന്താ വെച്ചാല് നമ്മുടെ ടെറസിന്റെ മുകളിൽ എന്തൊരു വലിയൊരു സാധനം ഇട്ടുവിട്ടിട്ടൊരു വലിയൊരു മുഴക്കം ഉണ്ടാവില്ല. ആ മുഴക്കം കേൾക്കലും അടിയത് കാലിന്റെ അടിയിൽ നിന്ന് ഞാൻ മുറ്റത്ത് നിന്നത് ഒരു തെരുപ്പുകാരില് ഒരു തള്ളല്. അപ്പൊ ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തോ വാർപ്പിന്റെ ഇട്ടതായിരിക്കും. ഞാനൊന്നും ഇട്ടിക്കില്ല. അന്നേരം അടുത്ത വീടിന്റെ അനിയത്തി പാർക്കത്തിന്റെ മോൻ പറഞ്ഞ് ഞാൻ എനിക്കും ഉണ്ടായിരുന്നു മൂത്തമ്മ, അത് വാർപ്പിനോളെന്ന് ചാടിയൊന്നല്ല, എന്തോ ഒരു ഒച്ച കേട്ടിക്ക് അങ്ങനെ തന്നെ എന്റെ കാലപ്പാടത്ത് എടുത്തു വയ്ക്ക്. ഞാൻ ഇരുന്നിടത്തപ്പാടം കണ്ണീറ്റ് വയ്ക്ക്. അതുപോലെ തന്നെ രാത്രി റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതുപോലെ വലിയൊരു ശബ്ദം കേട്ട് പെഞ്ഞാന്നെക്കാട്ട് ഒച്ച ഇന്നലെ കൂടുതലുണ്ടേനു. അപ്പം കേട്ടേരാ ഞാൻ ഹാളിന്റെ കസേരയിൽ ഇരിക്കുമ്പോ ചെറിയൊരു ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ. പിന്നെ അങ്ങനെ തന്നെ പേടിച്ച് പുറത്തേക്ക് കൊടുത്ത ഭർത്താവ് പറഞ്ഞ് അത് ഇടിയില്ല, ശബ്ദം വേറൊന്നല്ല, പേടിക്കും. ഭയം കൂടി. വന്നേരെ ഇവിടുന്ന് വിളിക്കുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് അനുഭവപ്പെട്ടിക്ക്. അങ്ങനെ തന്നെ ഞങ്ങള് ഇവിടത്തേക്ക് വന്ന്. ഈ പാത്രങ്ങളൊക്കെ ഇളകുന്നൊക്കെ ഉണ്ടായിരുന്നു, കസേര? ഇല്ല, അത് ഇവിടെ നല്ലോണം ഉണ്ടായിരുന്നു. ഇവിടെ കസേര നല്ലോണം ഇളയ്ക്ക് അച്ഛൻ്റെ പെങ്ങളത് ഓറ് ഇരുന്നിടത്തുനിന്ന് പിന്നെ തലേന്റെ എന്തോ ഒരു അടി കിട്ടിയതിനുള്ള അനുഭവം വന്നത് വലിക്ക്. നമുക്കൊപ്പം വാർഡ് മെമ്പർ കൂടെ ഉണ്ട്. ഒറ്റപ്പെട്ട ആളുകൾ ആദ്യം വിളിച്ചപ്പോൾ ഒരു സംശയം തോന്നി. കഴിഞ്ഞ ദിവസം കൂടുതൽ ആളുകൾ 2 ദിവസമായിട്ടാണ്. മെനഞ്ഞാന്ന് രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഒരു 10-15 ആളുകൾ പിന്നീട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ വില്ലേജ് ഓഫീസറെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ 8 മണിയോട് കൂടിയാണ് വീണ്ടും ഈ ശബ്ദത്തോടു കൂടി ഒരു ജർക്കിംഗ് ഉണ്ടായെന്ന് പറയുന്നത്. ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 60 വീട്ടുകാർക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ എന്തായാലും ആശങ്കയിലാണ്. അപ്പോൾ സ്ഥല MLA പിന്നെ ഉൾപ്പെടെ വില്ലേജ് ഓഫീസർ എല്ലാ ആളുകളും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഇന്നലെ വന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വന്ന് ആവശ്യമായ പരിശോധന നടത്തുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ ഒരു ഇതിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. എന്തായാലും ജനങ്ങൾ വലിയ ഭയാശങ്കയിലായിരുന്നു. 2 വാർഡുകളിൽ ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടത്. 4-5 വാർഡുകളിലാണ്. പാലോളി വാർഡും പിന്നെ കരിമ്പാലക്കണ്ടി വാർഡിലാണ് ഈ രീതിയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ ചെറിയൊരു ആശങ്കയിലാണ്. ജിയോളജി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ കുറ്റ്യാടി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. എനിക്ക് പറയാനുള്ളത് ഒരാശങ്ക ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുടുംബങ്ങളൊക്കെ പല ഭാഗത്താണ്. അപ്പം അങ്ങനെ ഒരു ആശങ്കയൊന്നും
ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും അറിയിച്ചത് എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. വലിയൊരു അമിതമായ ആശങ്കയുടെ ആവശ്യമില്ല, അധികൃതർ ഒന്ന് പരിശോധിച്ച് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അവർ വരുന്നുണ്ട്, അതിനുശേഷം തുടർ നടപടി സ്വീകരിക്കാം. ഞാൻ 4-ാം വാർഡിന്റെ മെമ്പറാണ്. അപ്പം ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഇവിടെ ഒരു അനുഭവം ഉണ്ടായിരുന്നു പറഞ്ഞ് മെമ്പർ വിളിച്ചതിന് ശേഷം ഞാൻ വിവരങ്ങൾ അറിയുന്നത്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും നല്ല ഭയശങ്ക തന്നെയാണ്. തുടർന്ന് 2 ദിവസമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു പ്രയാസമുണ്ട് ആൾക്കാർക്കൊക്കെ. സജിത്ത്, ഇതാണ് 2 ദിവസമായി ഇത്തരം ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടതാണ് ആളുകളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ പരിശോധനകൾ ഉണ്ടാവുമെന്നൊരു പ്രതീക്ഷയുമുണ്ട്. ഞാൻ ഇന്നലെ ഈ വീട്ടിലേനുള്ളത്. അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ മേലെ എന്തോ ഞാൻ വിചാരിക്കും എൻ്റെ തലയിൽ എന്തോ കൊണ്ടിരുന്നതാണ്. അത്തിരി ഒരു സൗണ്ട് ഇടിമഴക്കല്ലാന്ന് ഞാൻ അന്നേരം വിചാരിച്ചു. ഇവർ കേൾക്കാത്തൊരു ശബ്ദമാണ്. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ മോള് പ്ലാസ്റ്ററിട്ട് കിടക്കുന്നുണ്ട് അകത്ത്. അപ്പോൾ ഓടി വന്നെന്താ അതെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഞാൻ മെമ്പറെ വിളിച്ച്, വാർഡ് മെമ്പർ, ഞാൻ 5-ാം വാർഡ് മെമ്പറാണ്. മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മെമ്പർ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് മെമ്പർ ഇവിടെ പെട്ടെന്ന് എത്തി. മെമ്പർ വന്നേരം എല്ലാവരെയും വിളിച്ച് വരുത്തി. ഞങ്ങളങ്ങ് പേടിച്ച് ഭയന്ന് പോയി. ഇന്നെങ്ങനെയാ നേരം വെളുക്കാന്നുള്ള ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അത് ഉറക്കത്തെന്തോ സംഭവിക്കുമെന്നുള്ളൊരു വിചാരം വന്നുപോയി. വീണ്ടും കുലുങ്ങുമെന്നുള്ളൊരു പേടിയായിരുന്നു. പൊട്ടലാണോ ചലനമാണോ? എന്തോ ഒരു ശബ്ദം, എന്തോ ഇടുമ്പോലെയാ തോന്നിയത്. അതിന്റെ മോള് വാർപ്പിന്റെ മോള് എന്തോ ഇടുമ്പോലെ ഒരു ശബ്ദം. അതൊരു സെക്കൻഡ് നേരം അതങ്ങ് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. അല്പസമയത്തിനകം ജിയോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും. MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും വലിയൊരു ആശങ്കയ്ക്ക് ഈ ഘട്ടത്തിൽ അടിസ്ഥാനമില്ല എന്നാണ് ഇവരുടെ ഒരു കണക്കൂട്ടൽ. പക്ഷേ ജനങ്ങൾക്ക് വ്യക്തമായി ഈ ശബ്ദം കേട്ട ഒരു സാഹചര്യമുണ്ട്, ഭയചകിതരായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ വിദഗ്ധമായ പരിശോധനകൾ തന്നെ ഇക്കാര്യത്തിൽ നടക്കും. അത് വേണം എന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. സജിത്ത്, ഇത് നാദാപുരം നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പ്രദേശമാണോ, അതല്ലെങ്കിൽ അതിന് സമീപ പ്രദേശങ്ങളിലൊക്കെ ഇത് അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് ഈ ഒരു പ്രദേശമല്ലാതെ അതിന്റെ സമീപ മേഖലകളിലും ഈ അനുഭവം നാട്ടുകാരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? ഈ നാദാപുരം മണ്ഡലത്തിന്റെ ഭാഗമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് EK വിജയൻ ഇവിടെ എത്തി ആളുകളെ കണ്ട് ജില്ലാ കളക്ടറുമായും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. മറ്റിടങ്ങളിൽ സർ ഈ മേഖലകളിൽ ഇതല്ലാതെ മറ്റെവിടെന്നെങ്കിലും ഇന്നലെ ഇത് സംബന്ധിച്ച് വിവരങ്ങളെല്ലാം വരുന്നു? അല്ല, ഇവിടെ ഈ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 100-ലേറെ വീടുകൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായിട്ട്. ഇവിടെ ഈ പ്രളയത്തിന്റെ സമയത്ത് മറ്റൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു. ഭൂമിക്കടിയിൽ നിന്ന് വലിയ ശബ്ദം ഉണ്ടായി. ആളുകളെ അവിടുന്ന് വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് ഷെൽട്ടറിലേക്കാക്കി. അത് ഒരു 5 വർഷമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തൊട്ടടുത്തുള്ള സ്ഥലമുണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കുന്നത്. അവിടെ ഇടിമിന്നലാണ്. ഇടിമിന്നലുണ്ടാകും, ആളുകൾ മരണപ്പെട്ടു.